ഹലോ, ഞാൻ കുറച്ച് പുതിയ ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ നടത്തിയിട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് ക്യാൻവാസിന് പകരം ഇപ്പോൾ പുതിയത് വന്നിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇതിന് കുറച്ച് കനം കുറവും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സൈഡ് കുറച്ച് ഗ്രിപ്പ് കൂടുതലുമാണ്. അപ്പോൾ നമുക്ക് അയൺ ചെയ്ത് തേച്ച് കഴിയുമ്പോഴത്തേനും നല്ല പശയോടുകൂടി അവിടെ ഒട്ടിപ്പിടിച്ച് കിട്ടും കേട്ടോ. അതാണ് ഈ ഐറ്റം വന്നിട്ടുള്ളത്. പിന്നൊന്ന് ഈ പെന്നാണ്. ഇത് നമ്മൾ വെള്ളം നനച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ മാഞ്ഞു പോകും. ദാ ഇവിടെ അതിൻ്റെ പേരും കൊടുത്തിട്ടുണ്ട്, വാട്ടർ ഇറേസബിൾ പെൻ. അപ്പോൾ അവർ പ്രത്യേകം ഇവിടെ പറയുന്നുണ്ട് നിങ്ങളിതൊന്ന് ഒരു വേസ്റ്റ് ക്ലോത്തിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതിന് ശേഷം മാത്രം യൂസ് ചെയ്യാൻ. അപ്പം ഞാനിവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നതാണ് ഇത് എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളത്. ഞാനൊരു 3-4 പെന്ന് വാങ്ങിച്ചിട്ടുണ്ട്. ആദ്യം ഒരെണ്ണം വാങ്ങിച്ച് ഞാൻ യൂസ് ചെയ്ത് നോക്കി. അപ്പോൾ അത് നല്ല ഉപകാരമുള്ളൊരു സംഭവമാണ് കേട്ടോ. അവിടെ എഴുതി വെച്ചേക്കുന്നതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. നമ്മൾ പരീക്ഷിച്ച് നോക്കിയതിന് ശേഷം നല്ല മെറ്റീരിയലിൽ ഉപയോഗിക്കാൻ പറഞ്ഞുകൊണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ പരീക്ഷിച്ച് നോക്കി, ഒരു വേസ്റ്റ് ക്ലോത്തിൽ ഞാൻ പരീക്ഷിച്ച് നോക്കി. അതിന് ശേഷം വരച്ചതിന് ശേഷം ഞാനൊന്ന് കയ്യിൽ വെള്ളം നനച്ച് മായ്ക്കുന്നതാണ് കാണിക്കുന്നത്. അത്രയും വെള്ളം ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് മാഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. ഞാൻ ഒരുപാട് വെള്ളമൊന്നും എടുത്തില്ല. നോർമലി ഞാൻ അയൺ ബോക്സിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. ഇപ്പം നിങ്ങൾക്ക് എന്തായാലും ഒന്ന് കാണിച്ചു തരാം എന്നോർത്തിട്ട് തന്നെയാണ് കയ്യിൽ വെള്ളം എടുത്തത്. അപ്പോൾ ഞാൻ കയ്യിൽ വെള്ളം എടുത്തപ്പോൾ കുറച്ചുകൂടെ താഴെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അതും കൂടി അതിലേക്ക് ഒന്ന് തൊടിയിച്ച് കാണിക്കുന്നതാണ്. കണ്ടോ, ഫുള്ളായിട്ടും ആ ഒരു പെന്നിൻ്റെ മാർക്കിങ് മാഞ്ഞു പോയിട്ടുണ്ട്. നമുക്ക് വെള്ളം നനഞ്ഞവിടുത്തെ അവിടെ മാറിപ്പോയിട്ടുള്ളതും അല്ലാത്തവിടുത്തെ ആ കളർ അവിടെ നിൽക്കുന്നതും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതിൽ. അപ്പം തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ഇത് ഇവർ പറയുന്നത് സത്യമാണ്, ഇത് വെള്ളം നനയുമ്പോൾ മാഞ്ഞു പോകുന്നുള്ളത്. പിന്നെ പുതിയൊരു ഐറ്റം വാങ്ങിച്ചിട്ടുള്ളത് ഒന്ന് പ്രഷർ ഫുഡ് ചേഞ്ച് ചെയ്യാനായിട്ടുള്ള സ്ക്രൂ ആണ്. നമുക്ക് നോർമലി ഇപ്പോൾ എല്ലാ മെഷീൻമേലും ഉണ്ടാവുന്നത് സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്ത് അഴിച്ചു മാറ്റുന്ന സ്ക്രൂ ആണ്. അപ്പോൾ അത് നമുക്ക് എല്ലായ്പ്പോഴും തിരക്ക് പിടിച്ച് നമ്മൾ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് എപ്പോഴും സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്തത് അഴിച്ചു മാറ്റാന്ന് പറയുന്നത്. ഈ ഒരു സംഭവം നമ്മൾ അവിടെ ഒന്ന് സെറ്റാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് നേരവും അഴിച്ചു മാറ്റുന്ന സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്ത് സ്ക്രൂ അഴിച്ചു മാറ്റേണ്ട ബുദ്ധിമുട്ട് വരുന്നില്ല. ഒരു പാക്കറ്റിൽ 2 എണ്ണമാണ് വരുന്നത്. അപ്പോൾ ഒരെണ്ണം നമുക്ക് തൽക്കാലം മതിയല്ലോ. അപ്പോൾ ഒരെണ്ണം നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. ഞാനത് ഉപയോഗിക്കുന്ന രീതിയും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് ഒരു ഐറ്റം ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് സിപ്പർ ഫൂട്ടാണ്. സിപ്പർ ഫൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി ഇത്രയും നാളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവുക 1 സൈഡ് ഫൂട്ടായിരിക്കും സിബ് വയ്ക്കാനായിട്ട് യൂസ് ചെയ്തിരുന്നത്. അതല്ല, സിപ്പർ ഫൂട്ട് എന്ന് പറഞ്ഞിട്ട് തന്നെ വരുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഇത് തന്നെ ഇതിലേക്ക് നമ്മളൊന്ന് സെറ്റാക്കി കൊടുത്താൽ ഇത് തന്നെ സിബൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ചേർത്ത് അടിച്ചു തരും കേട്ടോ. ഇപ്പോൾ ഞാൻ കാണിച്ചു തരുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ? നമ്മൾ ഇതിന് തൊട്ട് മുന്നേ കാണിച്ചിരുന്ന ആ ഒരു പ്രഷർ ഫുഡ് ചേഞ്ച് ചെയ്യാൻ എളുപ്പത്തിനുള്ളൊരു സംഭവം വെച്ചിരുന്നല്ലോ, ആ സംഭവം ഞാനൊന്ന് അവിടെ സെറ്റാക്കി കൊടുത്തിട്ട് അതിനൊന്ന് പ്രസ് ചെയ്ത് കാണിക്കുന്നതാണ് കേട്ടോ. അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മളതിന് ശേഷം പ്രഷർ ഫുഡ് ഞാൻ 2-3 എണ്ണമൊക്കെ മാറ്റിയൊക്കെ നോക്കി. വളരെ എളുപ്പം നമുക്ക് ആ പ്രഷർ ഫുഡ് മാറ്റാൻ പറ്റുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മുടെ റൈറ്റ് ഹാൻഡിൻ്റെ വലത്തെ കൈയിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ ഇടത്തോട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അത് നമുക്കിങ്ങനെ പ്രസ്സായി കിട്ടും, ജസ്റ്റ് ലൂസായി കിട്ടും. അപ്പോൾ അത് ഊരി മാറ്റാം. പക്ഷെ സംഭവം നല്ല ഉപകാരപ്പെടുന്നൊരു സംഭവമാണ് കേട്ടോ. എല്ലാവരും ഒന്ന് വാങ്ങിച്ച് പരീക്ഷിച്ച് നോക്കാം. ഞാൻ കുറേ നാളായിട്ട് വാങ്ങിക്കണം എന്ന് ഓർത്തും കൊണ്ടിരുന്നിരുന്ന് പോയി വാങ്ങിച്ച് നോക്കിയതാണ്. എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഉപകാരമുള്ളൊരു സംഭവമായിട്ട് തന്നെ തോന്നി. അപ്പോൾ ഞാനിത് പലരും യൂസ് ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നു, ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായില്ല എന്ന് മാത്രം. കണ്ടോ എന്തൊരു സിമ്പിളായിട്ടാണ് പ്രഷർ ഫുഡ് മാറ്റിയത്. ജസ്റ്റ് ഒരു ക്ലിപ്പിടുന്ന വേഗതയോടുകൂടി നമുക്ക് ആ പ്രഷർ ഫുഡ് മാറ്റാനായിട്ട് പറ്റിയതാണ്. ഞാൻ ഇപ്പോൾ അവിടെ ഒന്ന് അമർത്തി കൊടുത്തു. ഇത് പ്രഷർ ഫുഡ് ഊരി. ഇനി അടുത്ത പ്രഷർ ഫുഡ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു ടൈമിങ് തന്നെ നമുക്ക് ആവശ്യമുള്ളൂ. ഇപ്പോൾ 1 സൈഡ് പ്രഷർ ഫുഡ് ഞാൻ ഇട്ട് കൊടുക്കുന്നതാണ് കാണിക്കുന്നത്. റൈറ്റ് സൈഡിൽ നിന്ന് ഞാനൊന്ന് ഇടത്തോട്ടേക്ക് ഒന്ന് അമർത്തി കൊടുത്തു. അവിടേക്ക് പ്രഷർ ഫുഡ് കയറ്റി വെച്ചു കൃത്യമായിട്ട്. അതിന് ശേഷം അതൊന്ന് കറക്റ്റ് ചെയ്തു. കണ്ടോ,
പിന്നെ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക സൂചി കറക്റ്റായിട്ട് തന്നെയല്ലേ താഴെ വന്ന് കുത്തുന്നത് എന്നുള്ളത്. പ്രഷർ ഫുട്ടുമ്മേ കൊള്ളുന്നൊന്നുമില്ലല്ലോ സൂചി എന്നുള്ളത് ഒന്ന് നമ്മൾ ഉറപ്പാക്കിയതിന് ശേഷം ഒന്ന് നമ്മൾ ചെക്ക് ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇതുവരെ പരീക്ഷിക്കാത്തവർ എല്ലാവരും ഒന്ന് വാങ്ങിച്ച് പരീക്ഷിച്ച് നോക്കാം. എന്തായാലും നമ്മളെപ്പോലെ സ്ഥിരം തയ്യലിനിരിക്കുന്നവർക്കൊക്കെ ആകുമ്പോഴത്തേനും പ്രത്യേകം ഉപകാരപ്പെടുന്നൊരു സംഭവമാണേ. ഇതാ ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു ക്യാൻവാസ് ഷീറ്റിൻ്റെ ഗ്രിപ്പ് എത്രത്തോളം ഉണ്ടെന്നാണ് കേട്ടോ ഇവിടെ കാണിച്ചു തരുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് വാങ്ങിച്ച് പരീക്ഷിച്ച് നോക്കാം. എന്തായാലും എനിക്ക് ഉപകാരപ്പെട്ടതുപോലെ തന്നെ നിങ്ങൾക്കും ഉപകാരപ്പെടും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ഞാൻ ഇവിടെ ഇങ്ങനെ സബ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോകാം കേട്ടോ. നമ്മുടെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം നമുക്ക് കാണാം. അതുവരെയ്ക്കും ബായ്. എല്ലാവരും ഇതെല്ലാം പരീക്ഷിച്ച് നോക്കിയിട്ട് തീർച്ചയായിട്ടും കമൻറ്റ് അറിയിക്കണം കേട്ടോ. അഭിപ്രായം എന്താണെന്നുള്ളത് അറിയിക്കണം. അപ്പോൾ അടുത്ത ദിവസം കാണാം. ഓക്കേ.